ഹായ്, ഇന്ന് നമ്മളപ്പം ഹെയർ സ്റ്റൈലാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം ഹെയർ സ്റ്റൈൽ. ഞാൻ സാധാരണ ഷാർജയിൽ വെച്ച് അങ്ങനെയാണ് ചെയ്തത്. ഏത് ടൈപ്പ് ഡ്രസ്സിങ്സ് കോഡ് നമ്മൾ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത് എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. കമ്മൽ നമ്മൾ കണ്ട ഇത് മാറ്റും, അതിന് പകരം ഈ വൈറ്റ് പേള് ആണ് എടുക്കുന്നത്. ഇനി ഹെയർ സ്റ്റൈൽ അങ്ങ് നമുക്ക് ചെയ്യാം. അകത്തെ ഇത് കെട്ടാനായിട്ട് ഞാൻ ഈ ഒരു മഞ്ഞ കളറാണ് എടുക്കുന്നത്. സാധാരണ നമുക്ക് ബ്ലാക്കാണ് വേണ്ടത്. അതവിടെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കട്ടെ. ഇത് ഇവിടോട്ട് വെക്കുക. ജസ്റ്റ് വെച്ചിട്ട് ഇത് കറക്റ്റ് പൊസിഷൻ ആണോ എന്നുള്ളത് നോക്കണം. ഈ സ്ലൈഡ് നമുക്ക് കുത്തണം. ഇവിടെ വളവൊന്നും വരാതെ നമ്മൾ നോർത്ത് പിടിക്കണം. ഇവിടെ ഇച്ചിരി ഒന്ന് ലൂസ് ഇട്ടേക്കണം. ഇനി സ്ലൈഡ് കുത്താം. ജസ്റ്റ് ഒന്ന് ഹെയർ സ്പ്രേ വെച്ച് സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ മുടി പൊങ്ങി പൊങ്ങി കിടക്കും, അത് ഭയങ്കര ബോറായിരിക്കും. ഈ സെൻറ്റർ പോർഷനും ഒന്ന് നോക്കണം. എന്നിട്ട് ഇവിടെ ചെറിയൊരു ലൂസ് കൊടുക്കണം. അടുത്ത സ്ലൈഡ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ കുത്തിയാൽ മതി. ഇനി നമുക്ക് ബൺ വെച്ച് സെറ്റ് ചെയ്യണം. നമ്മൾ ക്ലാസിക്കൽ ഡാൻസിനൊക്കെ എടുക്കുന്ന വടയെന്നൊക്കെ പറയുന്ന സൈസ് സംഭവമുണ്ട്. നമ്മളത് വെച്ച് തലമുടിയിലിടുക. എന്നിട്ട് കുറച്ച് പോർഷൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ടും അതുപോലെ താഴോട്ടും ഇങ്ങനെ സ്പ്രെഡ് ആക്കുക. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കറുത്ത ഇതുപോലത്തെ ചെറിയ ബൺ വെച്ചിട്ട്, ചെറിയ പുഴു എന്നൊക്കെ പറയും നമ്മൾ, അത് വെച്ചൊന്ന് സെക്യൂർ ചെയ്യുക. ജസ്റ്റ് വേണ്ട നമുക്ക് ഇതുപോലെ കിട്ടും. ഇതിനെ ഒന്ന് സെപ്പറേറ്റ് 2 പാർട്ടാക്കി എടുത്തിട്ട് പിരിക്കണം. ഇങ്ങനെ ഇവിടെ പിടിച്ചോണം, എന്നിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇനി യൂപിൻ വെച്ച് ജസ്റ്റ് സെക്യൂർ ചെയ്യുക. ഇവിടത്തേത് അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക. ഇനി ആണ് ഹെയർ നെറ്റ്.
അതിട്ടതിന് ശേഷം 4 സൈഡും നമ്മൾ അതുപോലെ തന്നെ യൂപിൻ വെച്ച് സെക്യൂർ ചെയ്യണം. എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നു, അത് പക്ഷെ പോയി. അതുകൊണ്ട് നമ്മളിപ്പം ഇതാണ് എടുക്കുന്നത്. ഇവിടെ ഒരെണ്ണം കുത്തി, ഇനി ഇതിവിടെ മുറുക്കെ പിടിച്ചോണ്ട് വേണം അടുത്തത്. അപ്പം ഇത്രയേ ഉള്ളൂ. മുടി ഇതാണ്ട് നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇങ്ങനൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. കണ്ണാടി വെച്ച് നമുക്ക് നോക്കാം അപ്പം കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഹെയറിൻ്റെ സെറ്റ്. ഇനിയും നിൽക്കുന്നില്ല മുടി എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് നല്ലതുപോലെ ഹെയർ സ്പ്രേ അടിച്ച് കൊടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ സെറ്റായിട്ടിരുന്നോളൂ. അതുപോലെ ഇങ്ങനെ കൊമ്പ് പോലെ ഒരു മുടി പോലും പൊങ്ങി വരാൻ സമ്മതിക്കരുത്. അത് നമ്മുടെ ആ ഒരു പ്രൊഫഷൻസിയാണ് ബാധിക്കുന്നത്. അതൊക്കെ ചെക്ക് ചെയ്യും. അത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയത്തില്ല, വെളിയിലോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് അത് അറിയത്തുള്ളൂ അവർ ചെക്ക് ചെയ്യുമോ എന്നുള്ളത്. ഇനി നമുക്ക് കമ്മൽ മാറ്റണം, കോസ്റ്റ്യൂമും മാറ്റണം. കോസ്റ്റ്യൂം മാറ്റിയിട്ട് നമുക്ക് വരാം. ഇപ്പം നമ്മൾ പാൻറ് ഇട്ടു, അതുപോലെ തന്നെ വൈറ്റാണ് ഷർട്ട് വരേണ്ടത്. ഇനിയിപ്പം കോട്ട്. കോസ്റ്റ്യൂമിൻ്റെ കാണിച്ചിട്ട് ഞാൻ മേക്കപ്പ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് കരുതി. ഇതാകുമ്പം മുടിയെ തട്ടത്തില്ല, ഒരു പ്രശ്നം വരത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇതിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ഇതെടുത്ത് വെളിയിലും ഇടാം. ഇങ്ങനെ ഇതാണ് ഫൈനൽ ഔട്ട്ഫിറ്റ്. അതുപോലെ തന്നെ ഷൂസ് വേണം, സോക്സും വേണം. ഇനി ഇപ്പം മേക്കപ്പ് എന്ന് പറയുമ്പോൾ സിമ്പിൾ മേക്കപ്പ് ഇടാൻ പാടുള്ളൂ. ലിപ്സ്റ്റിക്ക് ഒത്തിരി ഇടരുത്, കണ്ണൊത്തിരി വലിച്ചു വരിയരുത്, ഐബ്രോ ഒത്തിരി വലിച്ചു വരിയരുത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതാതെ മര്യാദയ്ക്ക് വൃത്തിക്ക് ഒരു വാച്ച് കയ്യിലിടുക, വേണ്ട. ഇനി കമ്മൽ കണ്ടിത് ഇതെടുത്ത് ഇട്ടാൽ മാത്രം മതി. പിന്നെ ബയോഡാറ്റ നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പി സെപ്പറേറ്റ് ഓരോന്നും എടുത്തു വെക്കുക. കുറഞ്ഞ 2 എണ്ണം വെച്ചെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഫസ്റ്റ് അറിവ് കാണുമ്പോഴേ ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. ഇതാണ് ഔട്ട്ഫിറ്റ് വരുന്നത്. നമുക്ക് ഇതാണ്ട് പോക്കറ്റ് ഇവിടെയും ഉണ്ട്. അതുകൊണ്ട് ഫോണൊക്കെ പെട്ടെന്ന് വേണമെങ്കിൽ ഇവിടെ എടുത്തിടാം, എന്ത് പേനയാണെങ്കിലും ഇവിടെ എടുത്തിടാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ പോക്കറ്റ് ഉള്ളത് നോക്കി നമ്മൾ ജാക്കറ്റ്, അതായത് കോട്ട് എടുക്കണമെന്ന് പറയുന്നത്. നമ്മുടെ മേക്കപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. കണ്ണൊന്നും ജസ്റ്റ് എഴുതി ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ലിപ് ബാം ഇട്ടു, കമ്മൽ, ഇത്രയാണ്. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുത്തു ഐബ്രോ. നമ്മൾ അപ്പം ലാസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. വാച്ച് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ്.